نحمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمون ആദരണീയരായ സത്യ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്വന്തത്തിലൂന്നി നിന്നുകൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റമളാനിൻ്റെ 7 പകലുകൾ നമുക്ക് പിന്നിട്ടിരിക്കുന്നു. അവശേഷിക്കുന്ന ദിനങ്ങളെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് വ്രതാനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിൽ നാം കൊണ്ടു നടക്കേണ്ടുന്ന സവിശേഷമായ ചില ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഒരാമുഖം എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും നമുക്ക് പഠിപ്പിച്ചു തരികയും മല്ലം യദ്ഹ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ്ജ, ചീത്തയായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാകുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ്ജ, ആ മനുഷ്യൻ്റെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടതില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ, അതിൻ്റെ പകലുകളിൽ സവിശേഷമായ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദേഹത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ഉള്ളിൽ
മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടങ്ങളെയാണ് നമ്മൾ പലപ്പോഴും ഇച്ഛ എന്ന് വിളിക്കാറുള്ളത്. അതാണ് നമ്മുടെ ദേഹത്തിൻ്റെ പ്രലോഭനങ്ങളായിക്കൊണ്ട് ഹവാഹ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള, നമ്മെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ദേഹേച്ഛ എന്ന് പറയുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിന്നാനും കുടിക്കുവാനും അതുപോലെ തന്നെ ഭോഗിക്കുവാനുമുള്ള പ്രത്യേകമായ താല്പര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. എന്നാൽ ഇതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് പറയുന്നത് കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, അതുപോലെ തന്നെ നിങ്ങൾ പാനം ചെയ്യുക, അതൊരിക്കലും അമിതമായി പോകരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകിയിട്ടുള്ള താക്കീതാണ് അൽവാനു തുഹാം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ വർണ്ണാഭമായിട്ടുള്ള ഭക്ഷണങ്ങളെ തളികയിൽ ഒരുക്കി വെക്കുകയും എന്നിട്ട് അല്പം മാത്രം അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി മനോഹരമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന, ഭക്ഷണത്തളികൾ ഒരുക്കുന്ന, അത് അഹങ്കാരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും പ്രതീകമായി കൊണ്ടു നടക്കുന്ന ഈ ഉമ്മത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ തിന്നാനും കുടിക്കുവാനുമുള്ള അമിതമായ അവൻ്റെ ആ ഒരു ത്വരയെ അവനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 3 തരത്തിലുള്ള അപകടങ്ങൾ അവരിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ അപകടമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ദുരന്തമെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണത്തെയും അതുപോലെ തന്നെ അവൻ്റെ ശാരീരികമായിട്ടുള്ള അത്തരത്തിലുള്ള ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അമിതമായ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയും ഉപയോഗമെന്ന് പറയുന്നത് മനുഷ്യരെ രോഗികളാക്കി മാറ്റുമെന്നുള്ളതാണ്. ഈ സമുദായത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു ദുരന്തമാണ്. മാറാരോഗികളുടെയും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. വർഷത്തിൽ 1 മാസം മുഴുക്കെ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്തിന് എങ്ങനെയാണ് ഇത്രമേൽ വലിയ അർത്ഥത്തിൽ ആരോഗ്യകരമായ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്? നിർബന്ധമായ വ്രതാനുഷ്ഠാനത്തിന് പുറമെ ഐച്ഛികമായ വ്രതാനുഷ്ഠാനങ്ങളും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ കൽപ്പനാനുസാരം മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കൽപ്പനാനുസാരമല്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ ഈ സമൂഹത്തിലും സമുദായത്തിലും നിരവധിയായ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രസകരമായ ഒരു സംഭവം. ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഒരു രാജാവ് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു ഭിക്ഷുകരനെ പറഞ്ഞയക്കുന്നുണ്ട്. മക്കയിലെത്തിയിട്ടുള്ള ഈ ഡോക്ടർ, ഈ വൈദ്യനായിട്ടുള്ള മനുഷ്യൻ അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരുപാട് മനുഷ്യരെ ചെന്ന് കണ്ട് അദ്ദേഹം അവരുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങൾക്ക് അവസാനം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, സാധാരണയായ ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രോഗങ്ങളെക്കാൾ അപ്പുറത്തേക്ക് മാരകമായ രോഗങ്ങളുള്ള ആളുകൾ ഈ നാട്ടിൽ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടി വരികയും ചെയ്തു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എങ്ങനെയാണ് ഇത്രമേൽ ആരോഗ്യകരമായ ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തങ്ങ് വാർത്തെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈജിപ്തിൽ നിന്ന് വന്ന ആ വിശുദ്ധനായ മനുഷ്യനോട് തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും എന്നാൽ കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാതിരിക്കുന്നവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുന്നത്. അതാണ് ദീനിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരു ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തിൻ്റെതായ ഒരു സംസ്കാരം, ദേഹേച്ഛയുടെ പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ പ്രചോദനമെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ചോദന എന്ന് പറയുന്നത് അന്നപാനീയങ്ങളോടുള്ള അമിതമായ ആവേശമാണ് എങ്കിൽ ആ ആവേശത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്.
ഈ റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാനാകുന്ന ഒരു ശീലമെന്ന് പറയുന്നത്. ആ ശീലം അത് നമ്മുടെ ആത്മീയവും അതുപോലെ തന്നെ ആരാധനാപരമായിട്ടുള്ള മേഖലയിൽ വലിയ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഇസ്ലാമികമായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രോഗിയായി തീരുക എന്നുള്ളതാണ് അമിതമായ ഭക്ഷണത്തിൻ്റെ ഉപയോഗത്തിലൂടെ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ദുരന്തമെന്നുണ്ട് എങ്കിൽ, രണ്ടാമതായി ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അമിതമായി മനുഷ്യന്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന, ആ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യനുണ്ടാകുന്ന രണ്ടാമത്തെ ദുരന്തമെന്ന് പറയുന്നത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ചിലവഴിക്കാൻ മനസ്സില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം സ്വന്തത്തിന് തന്നെ തികയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുക? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അനുസ്മരിച്ചു. റമദാനിന്റെ ദിനരാത്രങ്ങളാകുന്ന സന്ദർഭത്തിൽ കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുന്ന ഉദാരവാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുമായിരുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അരപ്പട്ടിണിയും മുയപ്പട്ടിണിയുമായി നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആടിനെ ലഭിക്കുകയാണ്. ആ ആടിനെ അറുത്തുകൊണ്ട് അതിൻ്റെ മാംസങ്ങളെ കഷ്ണിച്ചുകൊണ്ട് മഹദിയായിരുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പുറത്തു പോവുകയാണ്. പുറത്തുപോയ പ്രവാചകൻ തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യത്തിൽ മഹദിയായ ആയിഷ ബീവി പ്രവാചകനോട് തിരിച്ചു പറയുന്നുണ്ട്, പ്രവാചകരെ, ഈ ഒരു ആട്ടിൻ്റെ തല മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്, നമുക്കുള്ളത് ഈ തല മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നമുക്ക് നഷ്ടപ്പെട്ടത് ഈ തല മാത്രമാണ് എന്ന് നിങ്ങൾ പറയണം. അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ അയൽപ്പക്കങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച മറ്റുള്ള മാംസത്തിൻ്റെ വിഭവങ്ങളുണ്ടല്ലോ, അതാണ് നമുക്ക് ലഭിച്ചത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമുക്ക് ലഭിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഗ്ഫിറത്തിന് വേണ്ടി നിരന്തരമായി റമളാനിന്റെ ദിനരാത്രങ്ങളിൽ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കണമെന്ന് പറഞ്ഞ ഈ ഉമ്മത്തിനോട് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഇസ്തിഗ്ഫാറിന് വേണ്ടി, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകളിലൂടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇബാദത്തുകളിലൂടെ നിങ്ങൾ മുന്നേറണമെന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. മനുഷ്യരെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് രണ്ട് ലക്ഷ്യം. ഒന്ന്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് നേടുക, മാത്രമല്ല ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, വൈദ്ദത്തുലിൽ മുത്തഖീൻ, ആ സ്വർഗലോകമെന്ന് പറയുന്നത് മുത്തഖീങ്ങളായ മനുഷ്യർക്കുള്ളതാണെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ആ മുത്തഖീങ്ങളായ സൂക്ഷ്മതാബോധമുള്ള മനുഷ്യരുടെ ഗുണമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഹി വല്ലറാഹ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രതാപത്തിൻ്റെ, അതുപോലെ തന്നെ അവരുടെ അമിതമായി ഉള്ള ഒരു കാലം, അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടത്തിൽ അവർ ആ അർത്ഥത്തിൽ ചിലവഴിക്കുന്നവരാണ്. അവർ ചിലവഴിക്കുന്നത് അവരുടെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കാലഘട്ടത്തിൽ അങ്ങനെ ഉള്ളതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വിശാലമായ വിഭവങ്ങളുള്ള കാലഘട്ടത്തിലും അവർ ചിലവഴിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലവഴിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ ഒരു മുഅ്മിനത്തായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഈ ദേഹേച്ഛകളെ നിയന്ത്രിച്ചു നിർത്തണം. അമിതമായി കുടിക്കുവാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുവാനും അമിതമായി ഭോഗിക്കുവാനും, അങ്ങനെ ജീവിതത്തിൽ ഈ ദുർവ്യയത്തിൻ്റെയും അമിതമായി ഉപഭോക്തമായിട്ടുള്ള ഒരു സംസ്കാരവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നമുക്ക് തന്നെ വിഭവങ്ങൾ തികയാതെ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതം പൊട്ടിവിടരുന്ന സാഹചര്യത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്, അല്ലാഹുമ്മ അഅ്തികി മുൻഫിഖൻ ഖലഫ. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവെ, നിന്റെ മാർഗത്തിൽ ദാനം നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് നീ ധാരാളമായി നൽകിക്കൊണ്ടിരിക്കണമെന്ന്. മുംസിക്കൻ തലഫൻ, അതുപോലെ തന്നെ പിശുക്കന്മാരായിട്ടുള്ള മനുഷ്യരുടെ വിഭവങ്ങളെ
നീ പിടിച്ചു വെക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഈ പ്രകൃതിയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന്, അന്തരീക്ഷത്തിൽ വിളിയാളമുണ്ടാകുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ താല്പര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടമെന്ന് പറയുന്ന ആ ഇച്ഛയെന്ന് പറയുന്ന അവാഹി എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച അതിൻ്റെ ഒന്നാമത്തെ ദുരന്തമെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് അനാരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെതുമായിട്ടുള്ള പ്രയാസങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. എങ്കിൽ രണ്ടാമതായി പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മാനസികാവസ്ഥ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത് ഈ ദേഹേച്ഛകളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് രണ്ട് സംഗതികൾ ഈ ദുനിയാവിൽ സംഭവിക്കുന്നതാണ്. എങ്കിൽ മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ പരലോകത്ത് സംഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് ആ ഭീകരമായ ശിക്ഷയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നുള്ളതാണ്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റമെന്ന് പറയുന്നത്? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, അവർ വെള്ളിയും അതുപോലെ തന്നെ സ്വർണവുമൊക്കെ കൂമ്പാരമാക്കി വെച്ചവരാണ്. എന്നിട്ട് വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തവരുമാണ് അവരെന്ന് പറയുന്നത്. ആ ചിലവഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ, എല്ലാ അർത്ഥത്തിലുമുള്ള ഈ ഒരർത്ഥത്തിലുള്ള സംസ്കാരത്തെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും നിയന്ത്രിച്ച് നിർത്തുകയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാകണം നമ്മുടെ റമളാനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണം സാധ്യമാകേണ്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ കാമക്രോധ മേഖലകളിലുള്ള നിയന്ത്രണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അവതരിപ്പിച്ചു തന്ന ഈ മതമെന്ന് പറയുന്നത് ഒരു പ്രകൃതിപരമായിട്ടുള്ള മതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയന്ത്രണങ്ങളുടെ ചട്ടക്കൂടുകൾക്കകത്ത് ഒരു വേലിക്കെട്ടിനകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കൽപ്പനാനുസാരം മുന്നോട്ട് പോകുന്ന ഓരോ മുഅ്മിനിൻ്റെയും ബാധ്യതയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് മീസാഖൻ അലീല, വളരെ ബലിഷ്ഠമായ ഒരു കരാറ് എന്ന് നമ്മൾ വളരെ മനോഹരമായി കുടുംബവുമായി ബന്ധപ്പെട്ട കുത്തുബകൾ അവതരിപ്പിച്ച സമയത്ത് അതിൻ്റെ ആ ഒരു നിക്കാഹ് എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ചിന്തകൾ മനുഷ്യനിൽ രൂപപ്പെട്ടു വരാതിരിക്കുക, ഇക്കിളി കാണാനും ഇക്കിളി ആസ്വദിക്കുവാനുമുള്ള മനുഷ്യന്റെ കാമക്രോധങ്ങളെ നിയന്ത്രിച്ചു നിർത്തുക എന്ന് പറയുന്നതാണ് റമളാൻ മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ഇച്ഛയുടെ നിയന്ത്രണമെന്ന് പറയുന്നത്. നമ്മുടെ മഹതിയായിട്ടുള്ള, നമ്മുടെ സഹധർമ്മിണിയായിട്ടുള്ള ആ ഒരു സഹോദരിയുടെ കൂടെ നമ്മൾ ചേർന്നിരിക്കുന്നത്, അതുപോലെ തന്നെ അവരോട് ഒന്നിച്ചു ചേരുന്ന സംസാരങ്ങളും കളിക്കൊഞ്ചലുകളും മാത്രമല്ല, അവരോടുകൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാരീരിക വേഴ്ച പോലും വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വഫീ ബുളി അഹദിക്കും സദഖ, ആ ഭാര്യയോട് ഒന്നിച്ചു ചേർന്നുള്ള നമ്മുടെ നിമിഷങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ്, പുണ്യമാക്കപ്പെട്ട പ്രവൃത്തിയാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം തന്നെയാണ് റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നിങ്ങൾ അത്തരത്തിലുള്ള വേഴ്ചകൾ ഏർപ്പെടരുത് എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എല്ലാ അർത്ഥത്തിലുമുള്ള ഭീമാകാരമായ സംവിധാനങ്ങൾ അവൻ്റെ ഭൗതികമായ ശേഷി കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്നവനാണ്. അവൻ വന്യജീവികളെ മെരുക്കിയെടുത്തുകൊണ്ട് അതിനെ വളർത്തുന്നവനാണ്. അതുപോലെ തന്നെ ഭൗതികമായ ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുള്ള വലിയ അർത്ഥത്തിലുള്ള ഉപഗ്രഹങ്ങളെയും സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മനുഷ്യൻ ഈ അർത്ഥത്തിൽ അവൻ്റെ ഈ ചേഷ്ടകളെ, അവൻ്റെ വൈകാരികമായ ഭോഗിക്കുവാനും അതുപോലെ തന്നെ കാമക്രോധങ്ങളുടെയും വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ സാധ്യമാകാതെ പോകുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെയും പറയുന്നത് മനുഷ്യനെ ഇത്രമേൽ കരുത്തുറ്റ ചിന്താശേഷിയുള്ള അതുപോലെ തന്നെ സർഗാത്മകമായ ശേഷിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുയ്യിന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും, പിശാച് അവനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്തരത്തിലുള്ള ഇക്കിളി വർത്തമാനങ്ങൾ കേൾക്കുവാനും ഇക്കിളിയുടെ കാഴ്ചകൾ കാണുവാനും അങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ പ്രലോഭിച്ചു കൊണ്ടിരിക്കുന്ന, ഇതെല്ലാം മനോഹരമാണ് എന്ന് തോന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് ജാമ്യം നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. മൻ യളമല്ലി മാ ബൈന ലഹിയൈഹി, അതുപോലെ തന്നെ പ്രവാചകൻ പറയുക വമാ ബൈന റിജ്ലൈഹി അളമല്ലഹുൽ ജന്ന, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താടിയെല്ലുകൾക്കിടയിലുള്ള അവയവമാകുന്ന അവൻ്റെ നാവും
അതുപോലെ തന്നെ അവൻ്റെ 2 കാലുകൾക്കിടയിലുള്ള അവൻ്റെ ഗുഹ്യാവയവത്തെക്കുറിച്ച് അവൻ അതിനെ സംരക്ഷിച്ചു നിർത്തുമെന്ന് എനിക്ക് വാക്ക് നൽകിയാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവനക്ക് ജാമ്യം നിൽക്കുമെന്നാണ്. അത്രമേൽ ഗൗരവകരമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ കാമവികാരങ്ങളുടെ നിയന്ത്രണമെന്ന് പറയുന്നത് അതാണ്. റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ പുണ്യമാക്കപ്പെട്ട സ്വന്തം സഹധർമ്മിണിയുടെ കൂടെയുള്ള സഹവാസം പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ പരിശീലിച്ചെടുക്കുന്ന ഇസ്ലാമിൻ്റെ ധാർമ്മികതയുടെ പാഠമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇക്കിളി കാണുക, ഇക്കിളി ആസ്വദിക്കുക എന്ന് പറയുന്നത്, ആ അർത്ഥത്തിൽ തെറ്റായ പ്രവണതകളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പ്രയോഗിച്ചിട്ടുള്ള ആയുധമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മലരാരണ്യത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രവാചകനെ കുറിച്ച് സാഹിർ എന്ന് വിളിച്ചവരുണ്ട്, ആ പ്രവാചകനെ മജ്ദൂബ് എന്ന് വിളിച്ചവരുണ്ട്. അങ്ങനെ പ്രവാചകനെ പരിഹസിച്ചു കൊണ്ടിരുന്ന എല്ലാ ആക്രോശങ്ങളും അതുപോലെ തന്നെ പ്രവാചകന് നേരെയുള്ള അക്രമങ്ങളും പരാജയപ്പെട്ടു പോയപ്പോൾ ആ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്തിരിക്കുന്ന പണിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇഷ്ടവിഭവങ്ങളെ, വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദീനിന് ഒരു തരത്തിൽ ദീനിനെ പരിഹസിക്കുന്നതിന് വേണ്ടി വിനോദങ്ങളെ വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനം അവതീർണമാകുന്നതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിൻ്റെ വചനാമൃതങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മക്കയുടെ മലരാരണ്യത്തിൽ നിരവധിയായ വിശ്വാസികൾ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിനെ കണ്ട് വലിയ അർത്ഥത്തിൽ പ്രയാസപ്പെട്ടു പോയ അന്നത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്, മുഹമ്മദിൻ്റെ കയ്യിലുള്ള ഈ മനോഹരമായിട്ടുള്ള അമാനുഷികമായ ശക്തിയെ ചെറുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അവിടെയൊക്കെ സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യരെ നിയന്ത്രിച്ചു നിർത്തണം. നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിലെ പ്രമാണികളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് ഇറാഖിലേക്ക് പോയി. ഇറാഖിലെത്തിയിട്ടുള്ള ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് ഒരുപാട് അനറബികളുടെ കഥകളും അതുപോലെ തന്നെ കെട്ടുകഥകളും നോവലുകളും ഒരുപാട് സാഹിത്യകാരന്മാരെയും അതുപോലെ തന്നെ നർത്തകിമാരെയും അതുപോലെ തന്നെ അഭിസാരികമാരെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് മക്കയിൽ മനോഹരമായ കാഴ്ചകൾ അവതരിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് കണ്ടാൽ ആ മനുഷ്യർക്ക് അവർ ചെയ്യുന്നത് ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ മായാലോകം തീർത്തുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആടുവാനും പാടുവാനും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഹറാമുകൾ ആസ്വദിക്കുവാനും അതുപോലെ വ്യഭിചരിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പ്രകടിപ്പിച്ചിട്ടുള്ള ഈ തെറ്റായ ക്രമങ്ങളെ നമ്മുടെ വീടകങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ മൊബൈലുകളിലും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹം ധാരാളമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, വല്ലദീന യശ്ഹദൂന സൂറ, അത്തരം കാഴ്ചകളിൽ നിന്ന് യശ്ഹദൂന സൂറ, അവർ അതിനെ ലാ യശ്ഹദൂന, അവരൊരിക്കലും അതിന് സാക്ഷികളായി നിലകൊള്ളില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് വഇദാ മർറൂ ബില്ലഹ്വി മർറൂ കിറാമ, ഇങ്ങനെ തെറ്റായ കാഴ്ചകളും അതുപോലെ തന്നെ ഹറാമിൻ്റെ സംസ്കാരവും ഹറാമിൻ്റെ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് ധൃതിപ്പെട്ടു പോവുകയും ആ കാഴ്ചകൾക്ക് സാക്ഷിയാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ഗുണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഹലാലാക്കപ്പെട്ടിട്ടുള്ള പുണ്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട സ്വന്തം സഹധർമ്മിണിയോടുകൂടെയുള്ള സഹവാസം പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഞാനും നിങ്ങളും ആർജിച്ചെടുക്കുന്ന ഈ ഈമാനിക ബോധമെന്ന് പറയുന്നത്, ആ ഈമാനികമായ ആർജവമെന്ന് പറയുന്നത് റമളാൻ അല്ലാത്ത കാലങ്ങളിലും കൂടെ കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ദേഹേച്ഛയുടെ തിന്നാനും കുടിക്കുവാനുമുള്ള മനുഷ്യന്റെ ദേഹേച്ഛ കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാമഭോഗങ്ങളുടെ അമിതമായ ത്വരയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് പ്രചോദിപ്പിക്കപ്പെടുന്നതുമായ ഹറാമിൻ്റെ ചിന്തകളിൽ നിന്ന് മാറി നടക്കുക എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലുള്ള വികാരത്തിൻ്റെ നിയന്ത്രണവും നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഞാനും നിങ്ങളും ആർജിച്ചെടുക്കേണ്ടുന്ന മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് പ്രതികാരത്തിന്മേലുള്ള നമ്മുടെ ഇച്ഛയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്.
നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രതികാരത്തിൻ്റെതായ ഒരു സാഹചര്യമുണ്ട്. നമുക്ക് മറ്റുള്ളവരോടുള്ള പ്രത്യേകമായിട്ടുള്ള ദേഷ്യം, ഇന്ന ഇന്ന ആളുകളെ തകർക്കണം, ഇന്ന ഇന്ന സംഘങ്ങളെ തകർക്കണം, അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തണം. അങ്ങനെ വ്യക്തികളോടും സംഘങ്ങളോടുമുള്ള പ്രതികാരങ്ങൾ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ട് അതിങ്ങനെ കനം വെച്ച് വന്നിട്ട് അവസാനം കൊലപാതകങ്ങൾ വരെ എത്തിച്ചേരുന്ന മനുഷ്യന്റെ ക്രൂരതയുടെയും അതുപോലെ തന്നെ കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെതുമായിട്ടുള്ള ഭാവങ്ങളെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളതാണ്. നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ, നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് മുന്നേറണമെന്ന് പറഞ്ഞപ്പോൾ ആ മുന്നേറുന്ന ഒരു വിഭാഗം അവർ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെ കാലത്തും അതുപോലെ തന്നെ സുലഭമായ വിഭവങ്ങളുള്ള കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരാണ് എങ്കിൽ, രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് വൽ ഖാലിമീനൽ വൈള വൽ ആഫീന അനിന്നാസ്, അവർ അവരുടെ കോപത്തെ നിയന്ത്രിച്ചു നിർത്തുന്നവരാണ്. അതുപോലെ തന്നെ അവർ മനുഷ്യർക്ക് മാപ്പ് നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഈ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകനോട് ഉപദേശം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ ആ മനുഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നത് ലാ തഅ്ലബ്, നിങ്ങൾ ഒരിക്കലും കോപിക്കരുത് എന്നാണ്. പ്രവാചകനോട് വീണ്ടും ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എന്നെ ഉപദേശിക്കണം. 3 തവണ ആ ചോദ്യം ആവർത്തിച്ചപ്പോഴും പ്രവാചകൻ പറഞ്ഞത് ലാ തഅ്ലബ്, നിങ്ങൾ ഒരിക്കലും കോപിച്ചു പോകരുത് എന്നുള്ളതാണ്. കാരണം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനുള്ള ഏറ്റവും മോശമായ സ്വഭാവമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്ഷിപ്ര കോപിയാണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ മുൻകോപമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യമെന്നും തിരിച്ചറിഞ്ഞ പ്രവാചകൻ ആ മനുഷ്യനെ തിരുത്തുകയാണ്. മഹാനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മഹദിയായ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഇറങ്ങുന്നുണ്ട്. എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട വലിയ ഒരു അപകടകരമായ അതുപോലെ തന്നെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മഹദിയായിരുന്ന നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്ക് നേരെ ഒരു വ്യഭിചാരോപണമുണ്ടായി. ഇസ്ലാമിന്റെ ക്യാമ്പ് മൊത്തത്തിൽ മൗനത്തിലായി പോകുന്ന സാഹചര്യം, ഇസ്ലാമിക ലോകമാകെയും സങ്കടത്തിലായിക്കൊണ്ടിരിക്കുക. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഇസ്ലാമിക സമൂഹം നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മഹാനായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നൂറിന്റെ വഹി ഇറങ്ങുകയും അങ്ങനെ ആ പ്രവാചകൻ അതിന്റെ വസ്തുത ബോധ്യപ്പെടുകയും ചെയ്തു. ആ വസ്തുത ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സമയത്ത് മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നും ആ മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന മനുഷ്യൻ മഹാനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഔദാര്യം പറ്റി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിന് വിഭവങ്ങൾ നൽകില്ല എന്ന് തീരുമാനമെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുന്നത് വൽഅഫു വൽസഫഹു, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം കേട്ട സന്ദർഭത്തിൽ നേരത്തെ എടുത്ത തീരുമാനത്തെ മഹാനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറ്റിത്തിരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ യാ റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരണമെന്ന് അമിതമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉസാസ എന്ന് പറയുന്ന ഈ കുപ്രചരണം നടത്തിയ മനുഷ്യന് കഴിഞ്ഞ മാസത്തിൽ എത്രയാണോ ഞാൻ അദ്ദേഹത്തിന് ജീവിതത്തിന് വേണ്ട സമ്പാദ്യം നൽകിയിരുന്നത്, അതേ സ്വതക്കയും ദാനവും ഞാൻ ഇനി അധികമായി നൽകുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്. സ്വന്തം മകളെ വ്യഭിചാരോപണം നടത്തിയ ഒരു മനുഷ്യനോട് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഉമ്മയായ ആയിഷ ബീവിക്കെതിരെ ആരോപണം നടത്തിയ ഒരു മനുഷ്യന് പോലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ കൽപ്പനയെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസി സമൂഹം നമ്മുടെ ജീവിതത്തിൽ ആ അർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചയെ ഒരു സംസ്കാരമായി സ്വീകരിക്കാൻ ഈ റമളാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പോലും യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നവരോട്, അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരോടെല്ലാം തന്നെ അവരെ സംരക്ഷിക്കണമെന്ന്, അവരെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മക്കം ഫതഹിന്റെ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും
ആ മക്കയുടെ മലയാരണ്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സ്വഹാബി വിളിച്ചു പറയുന്നത്, അൽ യൗമു യൗമുൽ മൽഹമ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരയുടെയും അതുപോലെ തന്നെ ഒട്ടകത്തിന്റെയും കഴുതയുടെയും ശബ്ദമുഖരിതമായ മനോഹരമായി നിൽക്കുന്ന ആ വിജയാഹ്ലാദത്തിന്റെ ആരവങ്ങളെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും അതിജയിക്കുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ അവരോട് പറഞ്ഞത്, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇദ്ഹബ് അൻത മുതലഖാ, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളോട് പറഞ്ഞ പ്രവാചകന്റെ പിൻഗാമികളാണ് നമ്മളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 3 വസ്തുതകളെ റമളാനിന്റെ ദിനരാത്രങ്ങളുമായി നമ്മൾ ചേർത്ത് വെക്കുക. നമ്മുടെ ദേഹേച്ഛകളെ നിയന്ത്രിക്കുക, നമ്മുടെ ഭോഗാസക്തികളെ നിയന്ത്രിക്കുക, നമ്മുടെ കാമവിചാരങ്ങളെയും അതിലേക്ക് എത്തിപ്പെടുന്ന തെറ്റായ വ്യഭിചാരങ്ങളിലേക്കും അതുപോലെയുള്ള പ്രവണതകളിലേക്കും കൊണ്ടുപോകുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ആഘോഷങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറി നടക്കുക. അതുപോലെ ക്രോധങ്ങളെയും ആ അർത്ഥത്തിലുള്ള മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള വികാരങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ അർത്ഥത്തിൽ നല്ല ഒരു ആത്മീയമായ പ്രഭാവമുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ ഒരു മനുഷ്യന് സാധ്യമായാൽ അതാണ് പ്രിയപ്പെട്ടവരെ ഈ റമളാനിന്റെ നേട്ടമെന്ന് പറയുന്നത്. 30 ദിവസക്കാലം കേവലമായ പട്ടിണിയും കേവലമായ വികാരങ്ങളുടെ നിയന്ത്രണം എന്നുള്ളതിനപ്പുറത്തേക്ക് വരും കാലങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തെ സമ്പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കുന്ന ആത്മീയതയുടെ ഒരു പ്രഭ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അർത്ഥത്തിലുള്ള ഒരു സംസ്കാരമായി ഇതിനെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ നല്ല മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.